മനുഷ്യരെ ബാധിക്കുന്നത് മാത്രമല്ല ദുരന്തം എന്ന് പറയുന്നത്. ഇപ്പം കേരളത്തിന്റെ ഈ ഒരു സവിശേഷത വെച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ നാളെ ഒരു വീട് വെക്കാൻ പോകുന്ന ആളായിരിക്കും. അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടി വരിക, എന്തൊക്കെ മുൻകരുതൽ എടുക്കേണ്ടി വരും? ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ട്, SDRF NDRF എന്ന് പറയുന്ന ഫണ്ട്സ് ഉണ്ട്. അതുകൂടാതെ CMDRF ഉണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്. ഇവിടെ ഇന്ത്യയിൽ നമുക്കിപ്പോൾ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു എമർജൻസി റെസ്പോൺസ് നമ്പർ. കുറച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സിനൊന്നും വലിയ പ്രസക്തി ഇല്ലാതെ പോലെ ഇന്തോനേഷ്യയും ഫിലിപ്പീൻസും കഴിഞ്ഞാൽ 3rd പൊസിഷനിലാണ് ഇന്ത്യ. ഒരു ഡിസാസ്റ്റർ, ഒരു പ്രശ്നം ഉണ്ടായി, ഒരു മാൻമെയ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രകൃതിയുള്ളതായിക്കോട്ടെ, ഒരു ക്വിക്ക് റെസ്പോൺസ്, അതിന്റെ ഒരു സമയം എത്രത്തോളമാണ്, എത്ര സമയത്തിനുള്ളിൽ ഒരു റെസ്പോൺസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അതായത് കമ്മ്യൂണിറ്റി ഈസ് ദ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയും. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് ആദ്യം പ്രതികരിക്കുന്ന ആൾ എന്നുള്ളതാണ്. അപ്പൊ ഈ ദുരന്ത സമയത്ത് നമ്മൾ പ്രത്യേകം പരിശീലനങ്ങളൊക്കെ നടത്തുമ്പോൾ പറയും, ഇത് ദുരന്തം എവിടെയാണോ നടക്കുന്നത് അതിന് അടുത്തുള്ളവരായിരിക്കും ആദ്യമായിട്ട് പ്രതികരിക്കുന്നത്. അതിനുശേഷമാണ് സ്വാഭാവികമായിട്ടും യൂണിഫോംഡ് ഫോഴ്സസും പോലീസും ഫയറും മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഗോൾഡൻ അവർ എന്നൊക്കെ പറയും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പൊ തീപിടുത്താണെങ്കിൽ വെള്ളം ഒഴിക്കണം, അത് കെടുത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ ആ പഞ്ചായത്തിലോ ആ വാർഡിലുള്ളവരായിരിക്കും ആദ്യം ഓടി വരുന്നത്, റെസ്പോണ്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ഇപ്പൊ തീ പിടിച്ചോണ്ടിരിക്കുമ്പോ ഫയർ വന്നാലേ ഞാൻ വെള്ളം ഒഴിക്കൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ചെയ്യേണ്ടതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി പ്രയാസമേറിയിട്ടുള്ള പരിശീലനം സിദ്ധിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലുള്ളതാണെങ്കിൽ സ്വയം സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം പരിശീലിക്കപ്പെട്ടവര് മാത്രം ചെയ്യേണ്ടുന്നതാണ് രക്ഷാപ്രവർത്തനങ്ങൾ. കാരണം നമുക്ക് മുമ്പ് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ എടുത്തു ചാടി സഹായിക്കാനായിട്ട് പോയവര് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അവലോകനം ചെയ്യണം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ ഒരു നീന്തൽ അറിയുന്ന വ്യക്തിക്ക് കയറി രക്ഷപ്പെടുത്താൻ പറ്റണമെന്നില്ല ഒരു മുങ്ങി താഴുന്ന ഒരു വ്യക്തിയെ. ഞാൻ നീന്തൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്, നീന്തും. പക്ഷെ ഒരു മരണവെപ്രാളത്തില് മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയെ ഒരു പക്ഷെ പോയി രക്ഷപ്പെടുത്താനായിട്ടുള്ള ശേഷി എനിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ തന്നെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യുകയും, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എവിടെ ലഭ്യമാകുമെന്ന് മനസ്സിലാക്കി അത് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് സാധാരണ ഇപ്പൊ എനിക്കായാലും അറിയില്ല ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, നമ്മൾ ആരെയാണ് ബന്ധപ്പെടേണ്ടത് പ്രൈമറിലി? അപ്പോ നിലവില് നമുക്ക് ഇന്ത്യയില് നമുക്കിപ്പോ ഒരു എമർജൻസി നമ്പർ വന്നിട്ടുണ്ട്. ഇപ്പൊ അമേരിക്കയിലൊക്കെ വർഷങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നു, 911 ആണ്. അതെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും മൈക്കൽ ജാക്സൺ ഒക്കെ വിളിച്ച നമ്പർ 911 ആണെന്നുള്ളത്. അപ്പൊ 911 ഇവിടെയും വർക്ക് ചെയ്യും. അതെ. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ നമുക്കിപ്പോ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു എമർജൻസി റെസ്പോൺസ് നമ്പർ ഉണ്ട്. അത് 112 ആണ്. 112. ഓരോന്നിനും നമ്പേഴ്സ് വേറെ വേറെ ആണെങ്കിലും ഒരുപക്ഷെ നമുക്ക് ഇതെല്ലാം ഓർത്തിരിക്കാനായിട്ട് ഇപ്പൊ വരും ചോദിച്ച പോലെ ഏത് നമ്പറാ എന്നുള്ളത്, ഉദാഹരണത്തിന് 101 വിളിച്ചാല് ഫയർ ആണ്. പിന്നെ ആംബുലൻസിന് 102 108 വിളിക്കാം. 108 ആണ് വിളിക്കുന്നത് പൊതുവിൽ. അതുകൂടാതെ 100 പോലീസ് നമ്പർ ഉണ്ട്, 1098 ചൈൽഡ് ലൈൻ നമ്പർ ഉണ്ട്. അങ്ങനെ പല 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 നമ്പറുകളുണ്ട്. ഓരോന്നിനും ഓരോ സർവീസസിന് വരാൻ നമ്പർ. ഈവൻ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺട്രോൾ റൂം നമ്പർ ഉണ്ട് 1077. അതിലും 24 മണിക്കൂറും സേവനം ലഭിക്കുന്നതാണ്. പക്ഷെ ഒരുപക്ഷെ ഒരു ദുരന്ത സമയത്ത് ഇതെല്ലാം ഓർത്തിരിക്കാനോ മൊബൈൽ തപ്പാനോ എവിടെ എഴുതി വെച്ചിരിക്കുന്നത് തപ്പാനൊന്നും ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല. ഒരു എമർജൻസി സമയത്ത് നമ്മൾ വളരെ പരിഭ്രാന്തരാകും. അപ്പൊ 112 വിളിച്ചാല് ഈ സർവീസസിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ വിളിച്ച് പറയാണ് തീപിടുത്തം ഉണ്ടായി, അപ്പൊ അവര് ഫയറിനെ വിളിച്ചോ. അവിടെ വിളിച്ച് പറയാണ് മരം വീണു വീടിന് മുകളിലാണ് എന്ന് പറഞ്ഞാലും അവിടെ വിളിച്ചാൽ മതി. അപ്പൊ 112 വിളിച്ചാല് നമുക്ക് വിളിക്കാൻ പറ്റും. അത് പോലീസാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അവര് പിന്നെ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ പാനിക് ആയിരിക്കും. കാര്യം സിറ്റുവേഷൻ അതേലെയാണ്, എനിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ ചിലപ്പോൾ സ്വന്തക്കാരായിരിക്കും, ബന്ധുക്കളായിരിക്കാം അതിൽ പെട്ടിരിക്കുന്നത്.
ചിലപ്പോൾ എനിക്ക് എന്ത് പറയണം എന്നുള്ളത് ചിലപ്പോൾ ഒരു ബോധത്തിൽ വരണമെന്നില്ല. എന്താണ് ശരിക്കും ഈ നമ്പറിൽ വിളിച്ച് പറയേണ്ടത്? ഓക്കെ, അപ്പൊ നമ്പറിൽ വിളിച്ച് പറയേണ്ടത് ഒന്ന്, നമ്മള് എവിടെയാണ് ഈ സ്ഥലം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എന്തുണ്ടായി എന്നുള്ളത് അതും കൃത്യമായിട്ട് പറയണം. എത്ര അടിയന്തരമായിട്ട് ഇത് ഇവിടെ എത്തണം എന്നുള്ളതും പറയേണ്ടതായിട്ടുണ്ട്. അവര് പിന്നെ ഇപ്പൊ ഫയർ ആണെങ്കിൽ അവര് തിരിച്ചു വിളിക്കും കൺഫേം ചെയ്യാനായിട്ട്. നിങ്ങളെ വിളിച്ചത് ശരിയാണോ, തെറ്റായിട്ട് വിളിച്ചതാണോ, അല്ലെങ്കിൽ പറ്റിക്കാൻ വിളിച്ചതാണോ, അങ്ങനെയൊക്കെ കൺഫേം ചെയ്യാനായിട്ട് തിരിച്ചു വിളിച്ച് ഒന്നും കൂടി അത് കൺഫർമേഷൻ കൊടുക്കും. പിന്നെ എപ്പോഴും ഒരു ദുരന്ത സമയത്ത് മാക്സിമം നമ്മൾ മറ്റുള്ളവരെ അടുത്തുള്ള വീട്ടിലെയോ അടുത്ത സുഹൃത്തിനെയോ ഒന്നും കൂടി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പാനിക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളെയും കൂടി അറിയിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, ഉചിതമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവരെ വിളിച്ച് പറയാ, അവര് പിന്നെ അതിന്റെ സർവീസസ് അവര് തരും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തുടങ്ങുമായിരുന്നു. ഇപ്പോഴും ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, സാർ എങ്ങനെയാണ് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഞാന് ഒരു പഠിച്ച പോലെ തന്നെ ഞാനും സോഷ്യൽ വർക്കാണ് ചെയ്തത്. മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്കാണ് ഞാൻ ചെയ്തത് പൂനെ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ. അപ്പോൾ അന്നോട്ടെ അല്ലെങ്കിൽ ഈവൻ അതിന് മുമ്പ് തന്നെ ഹ്യൂമാനിറ്റേറിയൻ ആക്ഷനിലോട്ട് ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിന് മുമ്പ് ഛത്തീസ്ഗഡിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തതിന് അതിൻ്റെ ഒരു ഫൗണ്ടേഷനിൽ എനിക്ക് ഈ ഒരു മേഖലയിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് എന്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു കരിയറായിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെ ഞാൻ അവിടെ 2 വർഷം പഠിക്കുകയും പഠിച്ച ഉടനെ തന്നെ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. അവിടെ പൂനെയിൽ. പൂനെയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആൻഡമാൻസിലെ അതേ ജോലിയിൽ അവിടെ ഒരു ഡെപ്യൂട്ടേഷൻ ലഭിക്കുന്നത്. അപ്പൊ അത് സുനാമിക്ക് ശേഷം ഉള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ആയിരുന്നു. KNH കിറ്റർ നോട്ട് ഹിൽഫെ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഓർഗനൈസേഷന്റെ ഒരു പ്രോജക്റ്റ്, HCDI എന്ന് പറയുന്ന ഇന്ത്യൻ കൗണ്ടർ പാർട്ടിന്റെ ഒരു പ്രോജക്റ്റിലാണ് ഞാൻ അന്ന് ജോലി ചെയ്തിരുന്നത്. ഏകദേശം 2-2.5 വർഷത്തോളം ആൻഡമാൻസിലായിരിക്കാനായിട്ട് ഇടയായി. അപ്പം പോർട്ട് ബ്ലെയറില്. അപ്പൊ അത് സുനാമിക്ക് ശേഷമുള്ള എന്താ പറയുന്നത് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസും പ്രോജക്ട്സും ഒക്കെ നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പൊ 100-200-ലധികം വീടുകൾ വെച്ച് കൊടുക്കുക, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സൈക്കോ സോഷ്യൽ കെയർ കൊടുക്കുക. അപ്പൊ അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പോഷർ അതിലേക്ക്, ഈ ഡിസാസ്റ്റേഴ്സിൽ എന്ന രീതിയിലേക്ക്. അപ്പൊ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ എർത്ത് ക്വേക്സ് പല പ്രാവശ്യം അനുഭവിക്കാനായിട്ട് ഇടയായി. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Zone 5 ഒരു സ്ഥലമാണ്. അതെ. അപ്പൊ 7.2 വരെയുള്ള എർത്ത് ക്വേക്ക്, 9 ആയിരുന്നു സുനാമി. ഇത് 7.2 വരെയുള്ള എർത്ത് ക്വേക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി. അപ്പൊ എനിക്ക് അതിന്റെ തീവ്രതയും പേഴ്സണലായിട്ട് എന്താണ് നമ്മൾക്ക് അതിൽ അനുഭവിക്കുമ്പോഴുള്ള വിഷയങ്ങള്, അതെ, അങ്ങനെയൊക്കെയുള്ളത് പേഴ്സണലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷം ഞാൻ എൻ്റെ കരിയറിലെല്ലാം തന്നെ ഈ ഡിസാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. ശേഷം നാഗ്പൂർ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ, അതുകൂടാതെ UNDP, ദുരന്ത നിവാരണ അതോറിറ്റി, പിന്നെ യൂണിസെഫ്, അങ്ങനെ ഈ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിരുന്നപ്പോഴെല്ലാം കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലായിരുന്നു കൂടുതലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതില് വ്യക്തിപരമായിട്ട് ചോദിക്കുമ്പോൾ ഒന്ന് ഈ എർത്ത് ക്വേക്കിന്റെ അനുഭവങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ട്രെയിനിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ തീ പിടിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ വാഹനം ഓടിച്ച സമയത്ത് ഞാൻ ഓടിച്ചൊരു വാഹനത്തിൽ വലിയൊരു ട്രക്ക് വന്നിടിച്ച ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല പേഴ്സണലായിട്ടും പല ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ജോലിയോടുള്ള ബന്ധത്തിൽ 2014 മുതൽ കേരളത്തിലെ എല്ലാ ദുരന്തങ്ങളിലും ഇടപെടേണ്ടതായിട്ടും വന്നിട്ടുണ്ട് ജോലിപരമായിട്ട്, ഇൻക്ലൂഡിങ് വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ. റീസെന്റ് വയനാടില് ഏകദേശം 2 ആഴ്ചയിലധികം അവിടെ ഉണ്ടായിരുന്നു. അവിടെ 2ാമത്തെ ദിവസം തന്നെ അവിടെ എത്തുവാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ അവിടെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്ന പഠനം അതിലെ ഭാഗമായി. അതുകൂടാതെ അവിടുത്തെ കുട്ടികളുടെ മാനസിക പിന്തുണയ്ക്കായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ, ടീച്ചേഴ്സിന് പരിശീലനങ്ങൾ, അതുപോലെ ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള പരിശീലനങ്ങളൊക്കെ നൽകുവാനായിട്ട് ഇടയായി വയനാട്. അപ്പൊ അങ്ങനെ 2014 ശേഷം ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഓരോ വർഷവും
ഒന്നിലധികം വലിയ ദുരന്തമാണ് ഇപ്പൊ കേരളത്തിൽ ഉണ്ടാവുന്നത്. മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു. മുമ്പ് അത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷെ ഇന്ന് കാലാവസ്ഥ വ്യതിയാനവും നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് പ്രകൃതി ഇത് പറയുന്ന പോലെ തിരിച്ചടിക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ള വിഷയങ്ങൾ നമ്മളിപ്പോ കണ്ടുവരുന്നു. എല്ലാ ദുരന്തങ്ങൾക്കും ഒരു കോസ്റ്റ് ഉണ്ട്, ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ട് ഗവൺമെന്റിന്, അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തി ദുരന്തത്തിൽ മരണപ്പെട്ടാലേ നമുക്ക് ഗവൺമെന്റിന് 4 ലക്ഷം രൂപ ചുരുങ്ങിയത് കൊടുത്തിരിക്കണം. എന്നാൽ അപകടത്തിന് അതിന്റെ ബാധ്യതയില്ല. അപകടത്തിൽ മരിച്ചാലേ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണമെന്ന് നിയമമില്ല. അത് പിന്നെ ഇൻഷുറൻസും നിയമവശത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ പട്ടികയിൽപ്പെടുന്ന ദുരന്തങ്ങളിൽ മരിക്കുമ്പോൾ ഗവൺമെന്റിന് ഒരു വലിയൊരു കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില ദുരന്തങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഉണ്ടായ ഷിപ്പ് അപകടം, വിഴിഞ്ഞം ഭാഗത്തുണ്ടായ ഷിപ്പ് അപകടത്തില് അതിനൊരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ അതിനെ കണക്കുകളൊക്കെ എടുത്തിട്ട് അതിനൊരു പ്രൊവിഷൻ ഉണ്ട്. ഈ ദുരന്ത നിവാരണ നിയമത്തിലെ അതിനൊരു പ്രൊവിഷൻ ഉണ്ട്. ആ അപകടത്തെയോ ദുരന്തത്തെയോ അതൊരു പ്രഖ്യാപിത ഡിസാസ്റ്റർ ആക്കി മാറ്റാനായിട്ട്. അപ്പൊ അങ്ങനെ ആക്കുന്നതില് ഗവൺമെന്റിന് ഈ പൈസ അതിലേക്ക് വിനിയോഗിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. അങ്ങനെയാണ് അതിന് ചെയ്യുന്നത്. ഇതിനൊരു കണ്ടിജൻസി ഫണ്ട് ഉണ്ടോ? കണ്ടിജൻസി ഫണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പല രീതിയിലുള്ള ഫണ്ട്സ് ഉണ്ട് ഇതിലൊക്കെ. ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ട്, SDRF NDRF എന്ന് പറയുന്ന ഫണ്ട്സ് ഉണ്ട്. അതുകൂടാതെ CMDRF ഉണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്. അപ്പൊ അതിന് ഡിസ്ട്രസ് ആണ്, ഡിസാസ്റ്റർ ആയിട്ടല്ല, ഡിസ്ട്രസ്. അപ്പൊ ഇനി ഡിസ്ട്രസ് അതിനെ കണക്കാക്കും. ഇപ്പൊ അതിലിപ്പോ വാഹനാപകടത്തിലാണെങ്കിൽ പോലും അതിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ക്യാബിനറ്റിനും തീരുമാനിച്ച് അത് അപ്രൂവ് ചെയ്യാം റിക്വസ്റ്റ്. ഒരു ദുരന്തം തന്നെ ആവണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ഡെഫിനേഷനിൽ വരണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഫണ്ട്സ് അവൈലബിൾ ആണ്. ആ ഫണ്ട്സ് ഇതിനൊക്കെ വിനിയോഗിക്കാവുന്നതാണ്. അപ്പൊ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ടും അതുപോലെ തന്നെ എത്ര പേരെ അഫക്ട് ചെയ്തു, അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉള്ളത്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ വന്നിട്ടുള്ള നഷ്ടങ്ങളെ നമുക്ക് നികത്താനായിട്ട് സാധിക്കുമോ, അങ്ങനെ പല കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് അതിനെ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ കോവിഡ് വന്നപ്പോ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡിനെ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത്. ഈവൻ WHO പോലും പിന്നീടാണ് പ്രഖ്യാപിച്ചത്. അപ്പോ അത് സ്റ്റേറ്റ് ലെവലിൽ എടുത്ത ഒരു തീരുമാനമാണ്. അപ്പൊ SDMA ആണ് അതിന് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അത് പഠിക്കുകയും അത് എന്തുമാത്രം അതിന് ആഘാതം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും പഠനങ്ങളിലൂടെയും മോഡലിംഗ് വഴിയൊക്കെ ചെയ്ത് അതിനെ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ഒരു പ്രോസസ് ഉണ്ട്. ആ രീതിയിലാണ്. ഇനിയിപ്പോ ഇത്ര പേര് മരണപ്പെടണം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് 10 പേര് മരണപ്പെടണമായിരുന്നു ഒരു സംഭവത്തെ ദുരന്തമായിട്ട് പരിഗണിക്കാനായിട്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ 9 പേര് മരണപ്പെട്ടാല് 9 പേരുടെ ജീവന് വിലയില്ലാതെ പോകും. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ വരൾച്ച ആരും മരിക്കില്ലായിരിക്കും. ചിലപ്പോ ഒരു പശുവായിരിക്കും ചത്തുപോകുന്നത്, എന്നാലും കൃഷിനാശം ഉണ്ടാവും. എന്നാലും അതിനൊരു ദുരന്തമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പൊ എന്ന് പറയുന്നത് അത് മനുഷ്യരെ ബാധിക്കുന്നത് മാത്രമല്ല ദുരന്തം എന്ന് പറയുന്നത്, പ്രകൃതിയെ ബാധിക്കുക. ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പ്രഖ്യാപനം നടക്കുന്നതിന് അതിനൊരു അസസ്മെന്റ് വേണമല്ലോ എന്തായാലും. ഈ അസസ്മെന്റ് നടത്തുന്ന അങ്ങനെ പ്രത്യേക ഒരു കമ്മിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിക്കും. അത് അതിന്റെ എക്സ്പേർട്സിനെ വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി വഴി അതിന് ആ തീരുമാനം എടുക്കാവുന്നതാണ്. ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പം ഇപ്പൊ പറഞ്ഞു ഓൾമോസ്റ്റ് മിക്കവാറും ഉള്ള ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക, അതിന്റെ അസസ്മെന്റ് നടത്തുക, അവിടെ ഇടപെടുക. അപ്പം എന്താ ഒരു പേഴ്സണലി ഫീൽ ചെയ്യുന്നത്? എന്താ പേഴ്സണലി തീർച്ചയായിട്ടും ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു കരിയറാണ് എന്ന് പറഞ്ഞാല്. സാറ്റിസ്ഫൈയിങ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റർത്ഥത്തിലല്ല, നമുക്ക് ഈ മേഖലയിലുള്ള ചെറിയൊരു പ്രവൃത്തി പരിചയം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇതിപ്പോ ഒരു പ്രൊഫഷണൽ മേഖലയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സോഷ്യൽ വർക്കേഴ്സ് മാത്രമല്ല ഇതിൽ ഉൾപ്പെടുന്നത്. ഇറ്റ്സ് എ മൾട്ടി സെക്ടറൽ മൾട്ടി ഡിസിപ്ലിനറി ഒരു സബ്ജക്റ്റാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ജിയോഗ്രഫേഴ്സ് ഉണ്ട്,
എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അതിന് അവരുടേതായിട്ടുള്ള റോൾസ് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളത് അല്ലേ. അത് ഇൻക്ലൂഡിങ് ചിലപ്പോൾ ഒരു ഡ്രൈവർക്ക് പോലും അവിടെ ഒരു റോളുണ്ട്. ഈ ഇപ്പൊ ഇതേ പ്രൊഫഷണൽ ജേർണിയില് മറക്കാനാവാത്ത അല്ലെങ്കിൽ ചില ഇപ്പം നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അങ്ങനെ എന്തെങ്കിലും മറക്കാനാകാത്തൊരു അനുഭവം ഉണ്ടോ? മറക്കാനാവാത്ത അനേക അനുഭവങ്ങളുണ്ട്. ഓരോ ദുരന്തത്തിലും ഇടപെട്ടപ്പോഴും അനുഭവിച്ചപ്പോഴൊക്കെ മറക്കാനാവാത്ത പല അനുഭവങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും റീസെന്റ് ആയിട്ട് എനിക്ക് ഇപ്പൊ ഓർക്കുന്നത് നമ്മുടെ വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തത്തിലാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ 2ാമത്തെ ദിവസം അവിടെ പോകുമ്പോൾ ഈ ബോഡീസ് കൊണ്ടുവന്ന് അവിടെ സ്കൂളിൻ്റെ അപ്പുറത്ത് വെക്കുന്ന ഒരു മേപ്പാടി സ്കൂളിൻ്റെ അവിടെ കൊണ്ടുവന്ന് ബോഡീസ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് വളരെ ഒരു മൂവിങ് ആയിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, തലയില്ലാത്തതും കൈയില്ലാത്തതും കാലില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ശരീരങ്ങൾ നമുക്ക് ന്യൂസ് പേപ്പറിൽ കാണുമല്ലോ. അങ്ങനെ ശരീരഭാഗങ്ങൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഇത്ര ഭാഗങ്ങൾ കിട്ടി. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ്, പോയി കാണുമ്പോൾ അതിനേക്കാൾ ഏറെ. അപ്പോൾ മേപ്പാടി സ്കൂളിൽ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ആണ് ഈ ബോഡീസ് ഓരോരുത്തരുടെ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഒരു ബോഡി കൊണ്ടുവരുന്ന് അവിടെ വെക്കുമ്പോൾ ഈ മിസ്സിങ് ആയിട്ടുള്ള ആളുകളുടെ ബന്ധുമിത്രാദികൾ വരും. അവർ വന്ന് ഇത് എൻ്റെ ആരെങ്കിലും ആണോ, എൻ്റെ അച്ഛനാണോ, എൻ്റെ അമ്മയാണോ, എൻ്റെ മകളാണോ മകനാണോ എന്ന് നോക്കുന്ന ഒരു കാഴ്ച ഭയങ്കര മൂവിങ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയല്ലോ, ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് അതെല്ലാം. അപ്പോൾ അവർക്ക് എന്തായാലും ആള് പോയിന്ന് അവർക്ക് അറിയാം. ഈ ബോഡിയെങ്കിലും ഒരു കൈയെങ്കിലും കിട്ടിയാൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു അവയവം കിട്ടിയ തലയെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭം. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ദുരന്തങ്ങളുടെ ഒരു തീവ്രതയും മറ്റൊരു മുഖം എന്നുള്ളത്. അതെ, ആ സിറ്റുവേഷൻ നിൽക്കുമ്പോഴേ അതിന്റെ ഒരു തീവ്രത ഇപ്പം നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോഴൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കാര്യം നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പം പലരെ സംബന്ധിച്ചിട്ടും ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് പോലെയാണ്. കോവിഡിന്റെ സമയത്തായാലും മരണസംഖ്യ ഇത്രയായി, ഇപ്പൊ ഓരോ അപകടം വരുമ്പോഴും മരണസംഖ്യ ഇത്രയായി എന്ന് പറയുന്നതല്ലാതെ ആ സിറ്റുവേഷൻ നിൽക്കുന്ന ഇപ്പം സാറിനെ പോലുള്ള പ്രൊഫഷണൽസ് അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്, കാര്യം നിങ്ങൾ അവിടെ ചെല്ലുന്ന തന്നെ ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്സും സ്ട്രെയിനും അത് കുറച്ചും കൂടി പെയിൻഫുൾ ആയിരിക്കും. അതുപോലെ ഈ നമ്പർ പറഞ്ഞ പോലെ കുറച്ചു കഴിഞ്ഞാൽ നമ്പേഴ്സിനൊന്നും വലിയ പ്രസക്തി ഇല്ലാതെ പോലെ വായ്പ. അതെ അതെ. കേരളത്തിന്റെ ഒരു ഘടനാപരമായ വ്യത്യാസത്തെ പറ്റിയിട്ടും സവിശേഷതയെ പറ്റിയിട്ടും ഒക്കെ സാറ് പറഞ്ഞു. നമ്മൾ സോൺ 3 പെടുന്നതെന്നും പറഞ്ഞു. അത് സോൺ 3 എന്ന് പറയുമ്പോഴും നമുക്കും കുറെ പ്രശ്നങ്ങൾ വരാം, ഡിസാസ്റ്റേഴ്സ് വരാം എന്നുള്ളതാണല്ലോ സൂചിപ്പിക്കുന്നത്. അതെ. ഇപ്പം കേരളത്തിന്റെ ഈ ഒരു സവിശേഷത വെച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ നാളെ ഒരു വീട് വെക്കാൻ പോകുന്ന ആളായിരിക്കും. അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടി വരിക, എന്തൊക്കെ മുൻകരുതൽ എടുക്കേണ്ടി വരും? ഈ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ, ഉരുൾപൊട്ടൽ മേഖലകൾ, നേരത്തെ പറഞ്ഞല്ലോ ഭൂകമ്പ മേഖലകൾ, ഇതെല്ലാം ഓൾറെഡി നമുക്ക് മാപ്ഡ് ആണ്. ദുരന്തനിവാരണ അതോറിറ്റിയുടെ സൈറ്റിൽ ഇതെല്ലാം ലഭ്യമാണ്. അപ്പോൾ നമ്മളൊരു വീട് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നോക്കണം, ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം. നമ്മുടെ അവിടെ വെള്ളപ്പൊക്ക സാധ്യതയാണോ? അപ്പൊ അതിൽ പല സ്കെയിൽസിലുള്ള 1 in 10 years, 1 in 50 years, 1 in 100 years എന്നൊക്കെ പറഞ്ഞ് അവര് മോഡലിംഗ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള മാപ്പുകളുണ്ട്. ആ മാപ്പിൽ നമുക്ക് നോക്കിയാലായിട്ട് മനസ്സിലാവും. ഇപ്പോഴും അത് അവരുടെ സൈറ്റിലുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഇതെല്ലാം മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. പിന്നെ എഞ്ചിനീയേഴ്സും ഇത് പണിയുന്നവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കണം ഏത് ഭാഗത്ത് ഏത് തരത്തിലുള്ള വീടാണ് വേണ്ടത് എന്നുള്ളത്. അതിന്റെ കുറച്ച് കൈപ്പുസ്തകങ്ങളൊക്കെ ഓൾറെഡി ലഭ്യമാണ്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ, ഉരുൾപൊട്ടൽ മേഖലകളിൽ, അതുപോലെ ഭൂകമ്പ മേഖലകളിൽ എങ്ങനെ വീട് പണിയണം, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം. ഈ ഞാൻ നോർത്ത് ഈസ്റ്റിൽ പോയ ഒരു സമയത്ത് കണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ വീടുകളൊക്കെ തന്നെ കൂടുതലും ഈ സിമെന്റും ബ്രിക്സും ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷനേക്കാളിലും കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള അങ്ങനെയുള്ള വീടുകളാണ്. ബാംബൂ. അതെ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതേ ഒരു സവിശേഷതയാണ്. അവിടെ ഈ പറയുന്ന പോലെ ഭൂകമ്പ ബാധിത മേഖലയാണ്,
അവിടെ ഹസാർഡ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവർ അങ്ങനെ കൺസ്ട്രക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ടൂറിസം, ഈ ടൂറിസവും ഈ നമ്മുടെ ഡിസാസ്റ്ററുമായിട്ട് ഇപ്പം ടൂറിസം ഡെവലപ്മെന്റ്, അതുപോലെ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ കേട്ടിട്ടുണ്ട്. അതായത് ഈ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന മേഖലയിലേക്ക് കാണാൻ വേണ്ടി പോകുക. എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗുജറാത്തിലെ ഭൂകമ്പമാണ്. അതിനുശേഷം പിന്നെ നടക്കുന്നതാണ് സുനാമി. അപ്പൊ സുനാമി നടന്ന സമയത്ത് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര്, ഞങ്ങളുടെ ഭാഗം കടൽ തീരമല്ല, ഇത് കാണാൻ വേണ്ടി പോയവരുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാരുടെ ഒരു പ്രവണതയാണ്, അവരുടെ ഒരു മാനസിക നിലയാണ് ഞാൻ പറയുന്നത്. എന്താണ് അതിനെപ്പറ്റി സാറിന് ഒന്ന് പറയാനുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാതിരിക്കുക തന്നെയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പലരും പോകുന്നത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പൊതുവിൽ പ്രത്യേകിച്ച് മലയാളികൾക്കുള്ളൊരു ടെൻഡൻസിയാണ് പെട്ടെന്ന് പോയി ഒന്ന് കാണുക, ജസ്റ്റ് ഒന്ന്, വേറെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, പറ്റുമെങ്കിൽ വീഡിയോ ഫോട്ടോ എടുക്കുക, അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്, സ്റ്റാറ്റസ് ആക്കുക എന്നുള്ളത്. എന്നാൽ അത് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം പല കാരണങ്ങളാണ്. പ്രത്യേകിച്ചും ഇപ്പം മേപ്പാടിയുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് വയനാടിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ തന്നെ അവിടെ വോളണ്ടിയേഴ്സിനെ ആളുകളെയും സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. എൻ്റെ കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ പോയ സമയത്തുള്ള അനുഭവമാണ്, എൻ്റെ കൂടി ഉള്ളൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ സ്കൂളുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകുകയാണ്, ആളുകൾ കാണാൻ വേണ്ടി ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്, ബോഡി കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അവർ എന്നോട് തന്നെ പറഞ്ഞ് കുറച്ച് പേരായിട്ട് സംസാരിച്ചു, എന്നോട് തന്നെ പറഞ്ഞു ഇവിടെ നിന്ന് മാറിയിരുന്ന് കരയാൻ പോലും ഒരു സ്പേസ് സ്ഥലമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും ആളുകളെ ദ്രോഹിക്കരുത്, ഡു നോ ഹാം എന്ന് നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അവരെ അതിനെ അനുവദിക്കുക. നമുക്ക് പിന്നീട് ആയാലും കാണാമല്ലോ, ഇപ്പോഴായാലും വയനാട് പോയി കാണാം. അപ്പോൾ അതൊന്ന് നമ്മള് സ്വയമായിട്ട് എടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ്. മറ്റുള്ളവര് പറഞ്ഞ് എൻഫോഴ്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ തന്നെ തീരുമാനിക്കണം, ഓക്കെ ഞാൻ പിന്നെ പോവാം എന്നുള്ളത്. അതെ, അതായത് ഒരു അഡൽട്ട് എന്നുള്ള ആ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് നമ്മൾ തന്നെ തിരിച്ചറിയണം. ഇത് നമുക്ക് വന്നാലും ഇതാണ് സിറ്റുവേഷൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മൾ അത്തരം ഡിസ്റ്റർബൻസുകൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ നമ്മൾ വോളണ്ടിയേഴ്സിനെ പറ്റി പറഞ്ഞു. ഇപ്പം വോളണ്ടിയേഴ്സ് ഉണ്ട്, ഇന്റർ ഏജൻസി ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആസ് എ പേഴ്സൺ എനിക്ക് അതിന്റെ പാർട്ട് ആകണം, അതിന് ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? അപ്പോൾ ഈ സിവിൽ ഡിഫൻസിലൊക്കെ ആളുകളെ എടുക്കുന്നതും അവർ ഇൻഡക്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, അത് സിവിൽ ഡിഫൻസിന്റെ ഒരു സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ്. അപ്പോൾ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് സിവിൽ ഡിഫൻസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവര് പല സമയങ്ങളിലായിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 100 പേരെ വീതമാണ് ഓരോ സ്റ്റേഷന് കീഴിൽ ഇപ്പോൾ എടുത്ത് ഇരിക്കുന്നത്. ആദ്യം 50 പേരെടുത്തു, പിന്നെ അടുത്തൊരു 50 എടുത്തു, അങ്ങനെ 100 പേരോളം എടുത്തിട്ടുണ്ട്. ഏകദേശം 129ഓളം ഫയർ സ്റ്റേഷൻ ഉണ്ട് കേരളത്തിൽ. അപ്പൊ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് അതിൽ അംഗങ്ങളാവും. അതുപോലെ തന്നെ ആപ്താമിത്രയിലും ഇങ്ങനെ കോൾ ഫോർ ചെയ്യും, വോളണ്ടിയേഴ്സിന് എടുക്കുന്നതാണ്. ഇത് കൂടാതെ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് ഒക്കെ ആർക്ക് വേണമെങ്കിലും പോയി പഠിക്കാം. പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പല ഹോസ്പിറ്റൽസ് ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ പോയി പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിനോട് ബേസ് ചെയ്യാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇതിനങ്ങനെ സാലറിയോ എന്തെങ്കിലും റെമ്യൂണറേഷനോ ഒന്നും തന്നെ ഉള്ളതല്ലോ, പ്യുവർലി വോളണ്ടിയർ ബേസിസിലുള്ള ഒരു പ്രോഗ്രാം ആണല്ലോ ഈ പറഞ്ഞ സർവീസുകളെല്ലാം. ഇപ്പം സിവിൽ ഡിഫൻസിലായാലും ഒക്കെ തന്നെ വോളണ്ടറി ആയിട്ടാണല്ലോ ജോയിൻ ചെയ്യുന്നത്. അതെ, അപ്പോൾ അതിനെ കുറിച്ച് പറയണമെങ്കിൽ എന്ന് പറഞ്ഞാല് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും നമ്മളെ. അപ്പോൾ അത് വരാതെ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. സിവിൽ ഡിഫൻസിലാണെങ്കിലും ആപ്താമിത്രയിലാണെങ്കിലും അവരുടെ പോക്കറ്റിൽ നിന്നെടുത്ത് ചെലവാക്കേണ്ട സ്ഥിതി വരരുത് എന്നുള്ളതുകൊണ്ട് അവരുടെ യാത്രയും അവരുടെ ഭക്ഷണ സൗകര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ അതിന് ചെറിയൊരു എമൗണ്ട് നൽകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മള് എല്ലാം ഫ്രീ ആയിട്ട് അല്ല, അവർക്കൊരു ബേർഡൻ വരരുത് എന്നുള്ളതാണ്. അവര് ദേ ആർ റെഡി ടു വോളണ്ടിയർ. പക്ഷെ അവര് ഇപ്പൊ ചിലര് ബൈക്ക് ഓടിച്ചു വരുന്നത്, അപ്പൊ അവരുടെ പെട്രോൾ കളഞ്ഞു, അങ്ങനെ പലർക്കും ജോലിയുള്ളവരാണ് ഇങ്ങനെയുള്ള ഇതിന് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സപ്പോർട്ട് പോലെയാണ്. സപ്പോർട്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഷിപ്പിൽ നിന്ന് ഒഴുകി വരുന്ന കാര്യങ്ങൾ, പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സിനെ വെച്ചിരുന്നു. അപ്പോൾ ആ വോളണ്ടിയേഴ്സിന് ഒരു നല്ലൊരു എമൗണ്ട് ഡെയിലി നൽകിയിരുന്നു. ഓഫ്കോഴ്സ് വോളണ്ടറി ആണ്, എന്നിരുന്നാൽ പോലും അതിനൊരു വലിയൊരു ശമ്പളം കൊടുത്തിട്ടല്ല, പക്ഷെ അവരുടെ ചെലവുകൾ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിന് വെച്ചിരിക്കുന്നത്. മുന്നിലേക്ക് ഉള്ള ഒരു ഫ്യൂച്ചർ എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചർ എന്ന് ചോദിച്ചാല് എന്താ പറയുന്നത്,
നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് 2024 IMDയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം 3200 പേരാണ് കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള ദുരന്തങ്ങളാൽ മരണപ്പെട്ടത് ഇന്ത്യയിലെ. അതുപോലെ തന്നെ വേൾഡ് റിസ്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടുണ്ട് 2024 പുറത്തിറങ്ങി. അതില് നമ്പർ 3 തേർഡ് പൊസിഷനിലാണ് ഇന്ത്യ. ഇന്തോനേഷ്യയും ഫിലിപ്പീൻസും കഴിഞ്ഞാൽ തേർഡ് പൊസിഷനിലാണ് ഇന്ത്യ. ഇതൊക്കെ കാണിക്കുന്നത് ഈ മേഖലയിൽ വലിയൊരു ആവശ്യകത വരും, പ്രവർത്തിക്കേണ്ടുന്ന ഒരു ആവശ്യകത. കാരണം ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു. IPCC റിപ്പോർട്ട് പോലെയുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഉഷ്ണമേഖല സ്ഥലങ്ങളായിട്ടുള്ള ഇന്ത്യ, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ, പ്രത്യേകിച്ചും കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് വർദ്ധിക്കും. അപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിലും ശരി, ഇങ്ങനെയുള്ള മേഖലയിലുള്ള പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകളും ആവശ്യകതയുണ്ട്. അതെ, ഒരു കരിയർ ബിൽഡിംഗ് എന്നുള്ളതിന് ഉപരി അത് തീർച്ചയായിട്ടും അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇരിക്കുന്നു. സോ ഇത്രയും നേരം നമ്മൾ ഡിസാസ്റ്ററിനെ പറ്റി സംസാരിച്ചു. ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഡിസാസ്റ്ററുകളെ പറ്റിയിട്ടാണ്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇത് കാണുന്ന ആളുകൾക്ക്, ഇപ്പം സാർ ഇത്രയും നാളിനകത്ത് വർക്ക് ചെയ്തത് വെച്ചിട്ട് സാറിന് എന്താണ് ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത്? സജഷൻ എന്നുള്ളത് പല കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. പ്രത്യേകം പറയാനായിട്ടുള്ളത് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്നുള്ളത് മുൻകരുതൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ അത് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം എന്താ പറയുന്ന പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കുടുംബമായിട്ട്, ഒരു ഫാമിലി ആയിട്ട്. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ വീട്ടിൽ അടുക്കളയിലൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള വൈഫിനും മക്കൾക്കും അറിയാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എമർജൻസി നമ്പേഴ്സ് ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള ചെയ്യണം. എല്ലാം ഗവൺമെന്റ് ചെയ്യണം എന്ന് നമുക്ക് പറയുന്നതിന് പകരം ഗവൺമെന്റിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ കമ്മ്യൂണിറ്റി, ആസ് എ ഫാമിലി, ആസ് എൻ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. അത് തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ളതാണ് പ്രധാനമായിട്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് സ്കിൽസ് അറിഞ്ഞിരിക്കുക, അത് പഠിക്കുക. ഇപ്പൊ പല സ്ഥലങ്ങളിലും അത് പഠിപ്പിക്കുന്നുണ്ട്, അത് പഠിക്കുക. എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കുക നമ്മുടെ ഭവനങ്ങളിൽ. അപ്പോൾ ഒരാവശ്യം വന്ന്, പ്രത്യേകിച്ചും ദുരന്തബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, എല്ലാ വർഷവും വീട്ടിൽ വെള്ളം കയറുന്നവർ, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ മേഖലയിൽ താമസിക്കുന്നവർ ഇത് തയ്യാറെടുത്ത് കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓടിപ്പോകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജാണോ എടുക്കേണ്ടത്, TV ആണോ, കട്ടിലാണോ എടുക്കേണ്ടത് എന്നുള്ളൊരു സംശയം വരില്ല. എമർജൻസി കിറ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്തിട്ടുണ്ട് ഓടിപ്പോവാനായിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനായിട്ട് സാധിക്കും. കാരണം ഒരു ദുരന്ത സമയത്ത് നമ്മുടെ എന്താ പറയുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി കുറയും. നമ്മൾ ആലോചിച്ചെടുക്കുന്ന തീരുമാനം പോലെയല്ല ഒരു ദുരന്ത സമയത്ത് എടുക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ടുന്ന കാര്യങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു എമർജൻസി കിറ്റൊക്കെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. സോ ഇപ്പോൾ കേരളം പോലുള്ളൊരു സ്ഥലത്ത് സാറിനെ പോലൊരു വ്യക്തി ഡിസാസ്റ്ററിനെ പറ്റി സംസാരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നിലധികം ദുരന്തങ്ങൾ ഓരോ വർഷത്തിൽ സംഭവിക്കുന്ന ഈ സമയത്ത് ഇത് വളരെ അനിവാര്യമാണ്. ഇപ്പം ഞാനടക്കമുള്ളവർ അറിയേണ്ടുന്ന, പ്രിപ്പയർഡ് ആയിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. സോ ഇതേപോലെയുള്ള എനിക്ക് തോന്നുന്നു ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫർമേഷൻ എത്താത്തത് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പുറ്റിങ്ങലടക്കം അല്ലെങ്കിൽ മേപ്പാടിയിലടക്കമുള്ള ദുരന്ത സ്ഥലത്തേക്ക് ആളുകൾ വരികയും ആവശ്യമില്ലാതെ ഇടപെടുകയും അതിലൂടെ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതും കുറയ്ക്കണമെങ്കിൽ ഇത്തരം ഇൻഫർമേഷൻസ് വളരെ അനിവാര്യമാണ്. അപ്പോൾ എനിക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്താനുണ്ട്. എന്നെ സംബന്ധിച്ചിട്ടും ഇപ്പൊ ഇത് കേൾക്കുന്ന അല്ലെ കാണുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിട്ടും ഇത് വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള, അതായത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.